നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ പോവാണോ? കഴിച്ചിട്ട് പോ. വേണ്ട ചെറിയമ്മേ, എന്റെ വയറ് നിറഞ്ഞു. പ്രതാപന്റെ മനസ്സിൽ എന്താണെന്ന് അറിയണം. അതിനെന്തെങ്കിലും ഒരു തന്ത്രം പ്രയോഗിച്ചേ പറ്റൂ. ഇന്ന് ഈ വീട്ടിലെ പായസം വയ്ക്കണം യാമിനി. അതെന്തിനാ? ശരിയാണല്ലോ, അതെന്തിനാ അമ്മേ? നീ കണ്ടില്ലേ ഋതിക മോളുടെ കയ്യിന്ന് പ്രതാപം വെള്ളം വാങ്ങിച്ചു കുടിച്ചത്? ഇത്രയും കാലം അച്ഛന്റെ മോളുടെ ഇടയ്ക്ക് നിന്ന വഴക്കാ ഇപ്പൊ തീർന്നത്. അത് നമുക്ക് ആഘോഷിക്കണ്ടേ, അല്ലേ പ്രതാപ? എനിക്ക് അവളോടുള്ള ദേഷ്യം മാറി ആരാ പറഞ്ഞത്? എനിക്കപ്പ വെള്ളം വേണമായിരുന്നു. അവളുടെ സ്ഥാനത്ത് ആര് തന്നിരുന്നാലും ഞാൻ വെള്ളം വാങ്ങി കുടിച്ചനെ. അല്ല, അപ്പോ നിന്റെ ഉള്ളിൽ ഇപ്പോഴും അവളോട് ദേഷ്യം തന്നെയാ? അതെ, അത് മാറില്ല ഒരിക്കലും. രാജു, വളരെ പ്രധാനപ്പെട്ട ഫയലാ ഇതൊക്കെ. നീ ഇത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കും. ഓക്കെ സർ. അമ്മാവ, ഇതൊക്കെ എന്തിനാ രാജുവിനെ ഏൽപ്പിക്കുന്നത്? ഞാൻ സൂക്ഷിച്ചു വെക്കാലോ. മോനെ ദീപക്കെ, നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞു എന്റെ രാഷ്ട്രീയത്തിന്റെ പങ്കുപറ്റാൻ വരണ്ടെന്ന്. ഈ ഫയലുകൾ കൈകാര്യം ചെയ്യാൻ രാജുവിന് മാത്രമേ പറ്റൂ. നിനക്കൊരിക്കലും അത് സാധിക്കില്ല. രാജു. സർ. ചെല്ല്. ശരി സർ. രാജു, ഈ ദിവസം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എന്റെ കാരണം അറിയാലോ, ഞാൻ കൊടുത്ത വെള്ളം അച്ഛൻ വാങ്ങി കുടിച്ചു. എന്നോട് ഇഷ്ടക്കേടുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യോ? അതിനർത്ഥം എന്താ? അധികം വൈകാതെ ഞാൻ അച്ഛന്റെ പ്രിയപ്പെട്ട മകളായി മാറാൻ പോകുന്നല്ലേ? എന്റെ ഈ സന്തോഷം കണ്ടിട്ട് രാജുന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്ന? രാജും കൂടി സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? എനിക്കറിയാം രാജുന്റെ മനസ്സിൽ എന്താണെന്ന്. അച്ഛൻ അങ്ങനെ പെരുമാറുമെന്ന് രാജുവിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ? എന്റെ അവസ്ഥയും അങ്ങനെ തന്നെയാ രാജു. വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിന്റെ ഒരു ത്രില്ലില്ല ഞാൻ. അച്ഛന്റെ ഈ സ്നേഹം എന്നും ഇതുപോലെ തന്നെ ഉണ്ടായാ മതിയായിരുന്നു. ഞാനിപ്പോ പ്രാർത്ഥിക്കുന്നത് അത് മാത്ര. പാവം, മാഡം തിരിച്ചറിയുന്നില്ലല്ലോ ഇത് യഥാർത്ഥ സ്നേഹമല്ലെന്ന്. ഇത്ര നല്ല കാര്യം ഉണ്ടായിട്ടും രാജുന്റെ മുഖം എന്താ ഇങ്ങനെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.